നമ്മുടെ കൊല്ലത്തു നിന്നൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു തമിഴ്നാടൻ അതിർത്തി ഗ്രാമമാണ് തെല്ലാന്തി. ഞങ്ങളിന്ന് പോകുന്നത് തെല്ലാന്തിയിലേക്കാണ്. അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. കോടമഞ്ഞ് മൂടിയ മലകളും നെൽപ്പാടങ്ങളും തോട്ടങ്ങളെല്ലാം കൊണ്ട് ചുറ്റപ്പെട്ട ഗ്രാമത്തിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. അടിവാരത്ത് മലവെള്ളത്തിൽ സേഫായിട്ട് ചാടിയും നീന്തിയും അടിപൊളിയായിട്ട് കുളിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് തെല്ലാന്തി ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ഗൂഗിൾ മാപ്പ് നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ അധികം ചുറ്റാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സ്ഥലത്തെത്താൻ പറ്റും. പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കുളിക്കാൻ പോകുന്ന ഭാഗത്തേക്കുള്ള വഴിയിലാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോഴേക്ക് മനസ്സിലാവും. കന്യാകുമാരി ജില്ലയിലാണ് ഈ ഗ്രാമമെങ്കിലും നമ്മുടെ കേരള അതിർത്തിയിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ. ഞങ്ങൾ രാവിലെ കൊല്ലത്തുനിന്ന് വണ്ടിയെടുത്ത് പാറശാലയും കളിക്കകളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഉച്ചയോടെ സാമ്യാർമട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. സാമ്യാർമടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിജനമായിട്ടുള്ള റോഡുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ച് വരാൻ പറ്റും. ഇനി അങ്ങോട്ട് ഇതുപോലത്തെ സ്ഥലങ്ങളും ഇതുപോലത്തെ കാഴ്ചകളുമാണ്. മഴ ഉള്ളത് കൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്ക് മാക്സിമം മഴയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഹൈവേന്ന് തിരിഞ്ഞു കയറി കഴിഞ്ഞാൽ പിന്നെ അധികം ഹോട്ടലുകളൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് നേരം നോക്കിയിട്ടാണ് ഈ ഒരു ഹോട്ടൽ കണ്ടത്. ഞങ്ങൾ അവിടെ കയറി ഊണും കഴിച്ച് പിന്നെ വണ്ടി എടുത്ത്. അത്യാവശ്യം നല്ല ഊണ് തന്നെ ആയിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്രാമത്തിന്റെ എൻട്രൻസ് കയറുകയാണ്. കൊല്ലത്തുനിന്ന് തെല്ലാന്തിയിലേക്ക് ഏകദേശം 140 കിലോമീറ്ററോളം ദൂരമുണ്ട്. പക്ഷെ അത്രയും ദൂരം ഓടിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവില്ല. കാരണം അത്രത്തോളം വൈബ് സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ കന്യാകുമാരിയിലേക്ക് ട്രിപ്പ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. ഇതാണ് തെല്ലാന്തി എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ഈ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ലെഫ്റ്റിലോട്ട് ഒരു ചെറിയ വഴിയാണ്. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് ഓടിപ്പോയി. അവിടെ നിന്ന് തിരികെ വന്ന് ഈ ഗ്രാമത്തിനകത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന മലയടി വാരത്തിലാണ് നമുക്ക് കുളിക്കാനുള്ള സ്ഥലം. ഈ ഗ്രാമത്തിനകത്തൂടെ കയറി വേണം അങ്ങോട്ടേക്ക് പോകാന്. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോഴൊക്കെ കാണുന്നത് ഒരു വലിയൊരു അമ്പലമാണ്. ഞങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ ഞാൻ കയറാൻ നിന്നില്ല. ഒരുപാട് ആളുകളാണ് ദിവസവും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം കാണാൻ, ഇവിടെ കുളിക്കാൻ വേണ്ടി. ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഞങ്ങളോടൊപ്പം ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. സ്ഥലമൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ എത്ര രസം ഉണ്ടാവും എന്നറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴേക്കും ഒരു അന്യായ ഫീൽ തന്നെയാണ് കേട്ടോ. ഇവിടം വരെ മാത്രമേ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കാണിക്കത്തുള്ളൂ. ഇവിടെ നിന്ന് കുളിക്കാൻ പോകുന്നിടത്തേക്ക് കുറച്ചും കൂടെ ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ ഇവിടെ ആളുകളോട് ചോദിച്ചാൽ മതിയാവും, അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. വളരെ വീതി പറഞ്ഞിട്ടുള്ള റോഡാണ്. നമ്മൾ ഈ ഗ്രാമത്തിനകത്തേക്ക് കയറി വരുന്ന വഴിക്കൊക്കെ എതിരെ വണ്ടിയൊക്കെ വരുമ്പോഴേക്ക് ചില സ്ഥലങ്ങളിൽ നമ്മൾ റിവേഴ്സ് എടുത്ത് കൊടുക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ യാത്രയിൽ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനും, കാറിലൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ തിരക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബൈക്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുളിക്കുന്ന സ്ഥലം വരെ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റും.
ഞങ്ങളിവിടെ വന്നപ്പോഴേക്ക് അത്യാവശ്യം നല്ല തിരക്കാണ്. അതുകൊണ്ട് കുറച്ച് മുന്നിലായിട്ടാണ് ഞങ്ങൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത്. ഇവിടുന്ന് നോക്കുമ്പോഴേക്ക് നമുക്ക് കാണാൻ പറ്റും അവിടെ മുകളിൽ, മലയുടെ മുകളിൽ ആളുകൾ കുളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അധികം ആളുകൾ ഇവിടെ എത്തുന്നത് ഇവിടെ ചാടി കുളിക്കാൻ വേണ്ടിയാണ്. ഇതിൽ മഴയും കോടയും മലവെള്ളവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഈ നിൽക്കുന്നത് അധികവും തമിഴ്നാട്ടുകാരാണ്. ഈ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മലയാളികളായിട്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അധികം ആളുകൾ അറിഞ്ഞ് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും വരുന്നവർക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെ ആയിരിക്കും ഈ സ്ഥലം. നമ്മുടെ കൊല്ലം, തിരുവനന്തപുരം ജില്ലക്കാർക്ക് വളരെ വേഗത്തിൽ പോയി വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അതുപോലെ കന്യാകുമാരിയിലേക്ക് ട്രിപ്പ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കുള്ള യാത്രയും ഇവിടുത്തെ കാഴ്ചകളും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞങ്ങളങ്ങനെ അവിടുന്ന് തിരികെ മടങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.